എൻ്റെ പേര് ചന്ദ്രമോഹൻ. 67 വയസ്സുണ്ട്. ഞാൻ തലവടി എടത്വ തലവടി സ്വദേശിയാണ്. ഈ കണ്ണിൻ്റെ തിമിരത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് 2 സ്ഥലത്ത് പോയി 4 വർഷം മുമ്പും 6 മാസം മുമ്പും ഓപ്പറേഷൻ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കണ്ണിന് യാതൊരുവിധ പ്രയോജനവും ഉണ്ടായില്ല. കുറേ അധികം അലോപ്പതി മരുന്നുകളും അതും ഇതുമൊക്കെ കഴിച്ചതല്ലാതെ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത്, നെടുമ്പുറത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇന്ന പോലെ മഞ്ഞാടിയിൽ നമ്മൾ സുദർശനം ഒരു ആയുർവേദ കണ്ണാശുപത്രി ഉണ്ട്, അവിടെ പോയി ഒന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം 5 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു. പക്ഷേ പുള്ളിക്ക് ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് അടുത്തടുത്ത ദിവസങ്ങൾ വന്ന് എടുക്കാൻ പറ്റാതെ വന്നു. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷേ 5 ദിവസം 5 ഞായറാഴ്ചയായിട്ടാണ് അദ്ദേഹം വന്ന് അത് ട്രീറ്റ്മെൻറ്റ് എടുത്തത്. എന്നിട്ടും പല നല്ല മാറ്റങ്ങളുണ്ട് എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, അവിടെ ഒന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് പോയി കണ്ണൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇരിക്കണം. അങ്ങനെ ഞാൻ ഡോക്ടറെ കാണാനായിട്ട് വന്ന് കണ്ടു. ചെക്കപ്പ് ചെയ്ത് കണ്ണെല്ലാം പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ണൊന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഞാൻ സ്കാൻ ചെയ്തതൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഒന്നുകൂടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കണ്ണിന് നീർക്കെട്ട്, കണ്ണിൻ്റെ അകത്തുള്ളിൽ നീർക്കെട്ടുണ്ട്, അത് മാറിയെങ്കിൽ മാത്രമേ കാഴ്ചയ്ക്ക് സുഖമായ ഒരു ഇത് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 8 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു. അതും ഇവിടെ വന്നു. ഞാൻ സ്ഥിരമായി വന്ന് ഇവിടെ താമസിക്കാനും എടുക്കാനും ഉള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഭക്ഷണവും ഇതെല്ലാം ഉണ്ട്. നല്ല ട്രീറ്റ്മെൻറ്റുകൾ. ഞാൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് പേപ്പറൊക്കെ ആണെങ്കിൽ 3 വരി കഷ്ടിച്ച് എനിക്ക് വായിക്കാൻ പറ്റുള്ളായിരുന്നു. ഇപ്പം അത് 3 വരി പോയിട്ട് 4 വരി വായിച്ചു കഴിഞ്ഞാലും എനിക്കത് അടുത്ത വരി വായിക്കാനായിട്ട് ഇങ്ങനെ ഇച്ചിരി ഇതുണ്ട്, എങ്കിലും അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇനി അടുത്ത 30 ദിവസത്തെ പിന്നെ മെഡിസിനാണ് തന്നിരിക്കുന്നത്. അതിപ്പം 15 ദിവസം ആകുന്നതേ ഉള്ളൂ. അത് ഇതുകൂടെ കഴിഞ്ഞിട്ട് ഈ 30 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വന്ന് ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം തന്നെ എനിക്ക് ഇപ്പം ഞാനിവിടെ വായിക്കാൻ തുടങ്ങിയിട്ട് 4 വരി കൂടുതൽ എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഏറ്റവും എനിക്ക് നല്ലപോലെ എല്ലാ കാര്യങ്ങളും ഒന്നിടവിട്ട് ഓരോ കാര്യങ്ങൾ ഒരു 5-6 ഐറ്റംസ് ട്രീറ്റ്മെൻറ്റാണ് ഒരു ദിവസം അത് ചെയ്യുന്ന അതിൻ്റെ പടിപടിയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നല്ല വൃത്തിയോടും വിനയത്തോടും കൂടി വരുന്ന രോഗികളുടെ അതേ ഇതിൽ തന്നെ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിന് ഈ ഡോക്ടറോടും ആ ഡോക്ടറിൻ്റെ ഇവിടുത്തെ സ്റ്റാഫിനോടും അതുപോലെ തന്നെ ചിത്ര ഡോക്ടർ എല്ലാ കാര്യങ്ങളും എല്ലാവരും രോഗിയെടുക്കലും ചെന്ന് കണ്ട് ചോദിക്കുകയും പറയുകയും എങ്ങനെ ഇരിക്കുന്നു, എന്താണ്, അതെല്ലാം പറഞ്ഞ്. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് സ്റ്റാഫുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ഈ ഇവിടെ വരുന്ന രോഗികളെ ഏറ്റവും കൂടുതൽ ശുശ്രൂഷിച്ച് നല്ല രീതിയിൽ അവരുടെ ആക്കിക്കൊണ്ട് വരുന്നത്. ഡോക്ടറെ കുറിക്കുന്നു, പറയുന്നു, ചെയ്യുന്നു എന്നുള്ളതല്ല, അവരാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ ഭംഗിയായി കൊണ്ടുപോകുന്നത്. അതാണ് ഏറ്റവും വലിയൊരു വിശ്വാസം നമ്മളെ എല്ലാ ഡോക്ടർക്കും ഈ ഹോസ്പിറ്റലിനും അതുപോലെ തന്നെ ഇവിടെ പ്രവർത്തിച്ചു വരുന്ന മറ്റുള്ള എല്ലാവർക്കും എൻ്റെ നിസ്സീമമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.